പതിറ്റാണ്ട് നീണ്ട സേവനത്തിന് ശേഷം MiG-21 വിമാനങ്ങൾ സേനയിൽ നിന്ന് വിട പറഞ്ഞു. ചണ്ഡീഗഡിലെ വ്യോമതാവളത്തിൽ MiG-21 വിമാനങ്ങൾക്ക് യാത്രയയപ്പ് നൽകി. പാന്തേഴ്സ് എന്ന വിളിപ്പേരുള്ള 23-ാം നമ്പർ സ്ക്വാഡേഴ്സിന്റെ ഭാഗമായ അവസാനത്തെ MiG-21 ജെറ്റുകൾക്ക് ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ചാണ് അന്തിമ യാത്രയയപ്പ് നൽകിയത്. വ്യോമസേന മേധാവിയും സ്ക്വാഡ്രൺ ലീഡർ പ്രിയ ശർമ്മയുമാണ് വിമാനങ്ങൾ പറത്തിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് മുഖ്യാതിഥി. രാജ്യം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന തേജസ് MK-1A യുദ്ധവിമാനങ്ങൾ MiG-21 പകരമായി ഉപയോഗിക്കാനാണ് തീരുമാനം. 1963 ഇന്ത്യൻ സേനയുടെ ഭാഗമായ MiG-21 വിമാനങ്ങളുടെ 62 വർഷം നീണ്ട സേവനമാണ് ചരിത്രമാകുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ സൂപ്പർ സോണിക് വിമാനമായിരുന്നു MiG-21. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ ഇവ പിന്നീട് സേനയുടെ പ്രധാന ആയുധമായി മാറി. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിലും 1999 കാർഗിൽ യുദ്ധത്തിലുമെല്ലാം ഇവ നിർണായക സാന്നിധ്യമായിരുന്നു. 2017 2024 ഇടയിൽ MiG-21 4 സ്ക്വാഡ്രനുകൾ വിരമിച്ചിരുന്നു. ശ്രീനഗർ ആസ്ഥാനമായുള്ള 51-ാം സ്ക്വാഡ്രൻ 2022 പ്രവർത്തനം അവസാനിപ്പിച്ചത്. പാകിസ്ഥാൻ ബന്ദിയാക്കുകയും പിന്നീട് മോചിപ്പിക്കുകയും ചെയ്ത അഭിനന്ദൻ വർദ്ധമാൻ ഈ സ്ക്വാഡ്രനിൽ വിംഗ് കമാൻഡർ ആയിരുന്നു. 2019 പാകിസ്ഥാന്റെ 4ാം തലമുറയിൽപ്പെട്ട US നിർമ്മിത F-16 വിമാനത്തെ വെടിവെച്ചിട്ടതിന്റെ നേട്ടവും MiG-21 സേനയുടെ ശക്തിയായി തുടർന്നപ്പോൾ തന്നെ തുടർച്ചയായ അപകടങ്ങൾ MiG-21 വിമാനങ്ങളുടെ ശോഭ കെടുത്തി. 6 പതിറ്റാണ്ടിനിടെ 400-ലേറെ അപകടങ്ങളുണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. 100-ലേറെ പൈലറ്റുമാരും സാധാരണക്കാരും മരിച്ചു. കാലപ്പഴക്കത്തെ തുടർന്ന് ഇവ ഒഴിവാക്കണമെന്ന ആവശ്യം ഏറെ കാലമായി ഉയർന്നിരുന്നു. MiG-21 സ്ക്വാഡ്രൻ ഇല്ലാതാകുമ്പോൾ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ കരുത്ത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലാകും 29 സ്ക്വാഡ്രൻ. നിലവിലെ സാഹചര്യത്തിൽ വ്യോമസേനയ്ക്ക് 42 സ്ക്വാഡ്രനുകൾ വേണമെന്നാണ് വിലയിരുത്തൽ. 16 മുതൽ 18 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓരോ സ്ക്വാഡ്രനും. തേജസ് മാർക്ക് 1A വിമാനങ്ങൾ 97 എണ്ണം കൂടി വാങ്ങാനുള്ള 62,370 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയവും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചിരുന്നു. 68 യുദ്ധവിമാനങ്ങളും 29 ഇരട്ട സീറ്റ് പരിശീലന വിമാനങ്ങളുമാണ് വാങ്ങുന്നത്. 2027-28 മുതൽ വിമാനങ്ങൾ ലഭ്യമാക്കുമെന്നാണ് കരാർ. 6 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും കൈമാറും.